എല്ലാവർക്കും നമസ്കാരം. ആരിഫ് ഹുസൈൻ തെരുവത്താണ് ഇന്ന് കൂടെയുള്ളത്. ആരിഫ് സാധാരണ രീതിയിൽ കൊച്ചിയിൽ നിന്നാണ് നമ്മൾ ചേരുന്നത്, പക്ഷെ ഇന്ന് ഇസ്രായേലിൽ നിന്നാണ്. ആരിഫ്, നമസ്കാരം. എനിക്കറിയില്ല എങ്ങനെയാണ് ഇസ്രായേൽ ഹലോ. ഭാഷയിൽ വെൽക്കം ചെയ്യേണ്ടതെന്ന്. ഹലോ. ഹലോ, നമസ്കാരം. എനിക്കൊന്നു ഇന്ത്യ ഇസ്രായേൽ ഒരു ഒരു എന്താ പറയാ മൈത്രി പ്രോജക്ട്, ഞാൻ അങ്ങനെയാണ് വായിച്ച് മനസ്സിലാക്കുന്നത്. ഷറാക്ക എന്ന് പറയുന്ന ഒരു NGO ആണല്ലേ? അതെ. അവര് കുറച്ച് നിങ്ങളെപ്പോലുള്ള പ്രത്യേകിച്ച് മീഡിയ ജേർണലിസം അതുപോലെ ഇതിൽ ഇഷ്ടമുള്ള ആളുകളെയൊക്കെ ആയിട്ട് കുറച്ച് സംഘത്തെ 11 അംഗ സംഘമാണോ ഇസ്രായേലിലെ 13 അംഗ സംഘത്തെ ഇസ്രായേലിലേക്ക് കൊണ്ടുവരും. നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വിസിറ്റിംഗിലാണ്. എന്താണ് നമ്മൾ കാണാത്ത ഒരു ഇസ്രായേൽ ആണോ കണ്ടത്? വാർത്തകളിൽ കേൾക്കുന്ന ഇസ്രായേൽ ആണോ യഥാർത്ഥത്തിൽ? അത്രയധികം ഭീകര അന്തരീക്ഷമാണോ? എന്താണ് അവിടുത്തെ അവസ്ഥ? ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആളുകള് യുദ്ധം ഒരു ഭാഗത്ത് നടക്കുന്നു, അതിന്റെ കെടുതികളെ കുറിച്ചുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത്, പിന്നെ ജനാധിപത്യ രീതിയിലുള്ള അതിനെക്കുറിച്ചുള്ള തർക്കങ്ങളും സംഭാഷണങ്ങളും അതെല്ലാം ഇവിടെ നടക്കുമ്പോൾ പോലും അവരുടെ സാധാരണ ജീവിതവുമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവര് വളരെയധികം മുന്നോട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ അത് എന്താ പറയാ സ്വയം സഹകരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരോപകാരമായി നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലുള്ള സംഘടനകളും എല്ലാം കൈ കൊടുത്തുകൊണ്ട് ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ ഒരു വശത്തുണ്ട്, പക്ഷെ നോർമലായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അത് മറുവശത്ത് അതും ഉണ്ട്. രണ്ടും കൂടി ചേരുമ്പോൾ ഇതിന്റെ ബുദ്ധിമുട്ടുകൾ പ്രകടമാകാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആരിഫിന്റെ വീഡിയോകളൊക്കെ ഞാൻ കുറച്ച് അധികം കണ്ടിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. ഞാൻ ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും ആരിഫ് പോകുമ്പോഴെല്ലാം ഈ മറ്റേ യുദ്ധത്തിൽ നിന്നുള്ള ബന്ദികളെ മോചിപ്പിക്കണം എന്നുള്ള പോസ്റ്ററുകൾ, അല്ലെങ്കിൽ വളരെ പൊളിറ്റിക്കലായിട്ട് തന്നെ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന ഒരു ജനതയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ആരിഫിന്റെ വീഡിയോകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് അവിടുത്തെ ആളുകളുടെ ഒരു അപ്രോച്ച്? എസ്പെഷ്യലി നമുക്കറിയാം, നമ്മൾ കേട്ടത് ഈ ജൂതന്മാർ ഭയങ്കര അതിഭീകരമായ എക്സ്ട്രീമിസം പറയുന്ന ആളുകളാണ്. അപ്പൊ അവർ സ്വാഭാവികമായിട്ട് മുസ്ലിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു നറേഷൻ പൊതുവിൽ വരാറുണ്ട്. അതിന്റെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എങ്ങനെയാണ്? ഞാൻ ചെയ്ത വീഡിയോകളിൽ മാത്രമല്ല അത്തരം പോസ്റ്ററുകൾ, നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോയിലുണ്ട് ഈ ബന്ദികളെ വിട്ടയക്കൂ എന്നുള്ളതിന്റെ സന്ദേശം. അത് ഈ ബാഡ്ജാണ്, ഈ യെല്ലോ കളർ പിൻ അതിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോ എന്താ വെച്ചാൽ ലോകം സംസാരിക്കാൻ മറന്നൊരു വിഷയമാണത്. എന്താണ് ഈ വിഷയത്തിന്റെ പ്രശ്നം, എന്താണ് ഈ ഒരു യുദ്ധത്തിന്റെ പിന്നിൽ നടക്കുന്ന കാര്യം, എന്താണ് ഇതിലേക്ക് വഴിവെച്ചത് എന്നുള്ളതിനെ കുറിച്ച് ലോകം പൂർണ്ണമായിട്ടും മറന്നുപോകുക എന്ന് പറയുന്നത് ശരിയല്ല, മനഃപൂർവ്വം അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഉറക്കെ വിളിച്ചു പറയുക എന്നതാണ് ഇവിടെ നമുക്ക് എവിടെയും കാണാൻ കഴിയുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ റോഡിലൂടെ പോകുമ്പോൾ നമ്മൾ കാണുന്ന പോസ്റ്ററുകൾ ഇവിടെ പൊതുവെ എല്ലാം വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു മേഖലയാണ്. പക്ഷെ അതുപോലും മാറ്റിവെച്ചിട്ട് ഇവിടെ ഒട്ടിക്കാവുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ പോസ്റ്ററുകളായിട്ടും കൊണ്ടുവെക്കാവുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ബാനറുകളായിട്ടും അതുപോലെയുള്ള ചാരി വെക്കുന്നതും അല്ലാത്തതും എല്ലാം കെട്ടിവെച്ചൊക്കെ കൊടികളായിട്ടും എല്ലാം ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് എങ്ങും ഒരു ചർച്ചയാക്കി ഇത് മാറ്റിയിരിക്കുന്നത്. അപ്പൊ ഈ ബന്ദികളെ വിട്ടുകിട്ടുക എന്നുള്ളൊരു വിഷയം, അത് വിട്ട് കൊടുത്താൽ, അതായത് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, അത് സീസ് ഫയർ വേണമെന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ആളുകൾക്കും ആഗ്രഹമുണ്ട് യുദ്ധം ഒന്ന് അവസാനിച്ച് കിട്ടണം എന്നുള്ളത്. പക്ഷെ അവര് യുദ്ധം അവസാനിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് മാത്രം അവര് ആലോചിക്കുന്നില്ല, അവരോട് പറഞ്ഞു കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് സീസ് ഫയർ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, യുദ്ധം അവസാനിക്കണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ബന്ദികളെ വിട്ടുകൊടുത്താൽ മതി, യുദ്ധം അവിടെ നിൽക്കില്ലേ? ഈ ബന്ദികളെ പിടിച്ചുകൊണ്ട് പോയിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ യുദ്ധം ഉണ്ടാവുമായിരുന്നോ? ഇതാ നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ ആ ഒരു കാതലായ വശത്തെ ഇവിടെ കാണാതെ അത് സംസാരിക്കുന്ന ഒരു മേഖലയിലേക്ക് കൊണ്ടെത്തിക്കാതെ അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ ഒരു തിരസ്കരണം അത് ഇവിടെ നടത്തിക്കൊണ്ട് ആണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് ഇവർക്ക് നല്ല ബോധമുണ്ട്. ആ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവര് ഇതിനെക്കുറിച്ചുള്ള ഇതുപോലുള്ള പ്രചരണ പരിപാടികൾ കാര്യമായിട്ട് ചെയ്യുന്നത്. അതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേൽ ഇപ്പോ ഫലസ്തീനെതിരെ യുദ്ധം നടത്തുന്നു, അല്ലെങ്കിൽ ഹമാസിനെതിരെ യുദ്ധം നടത്തുന്ന സമയത്ത് ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു 60,000-ലധികം ഡെഡ് ബോഡീസ് റിട്രീവ് ചെയ്യുന്ന സിറ്റുവേഷനിൽ പലപ്പോഴും അത് ഹോളോകോസ്റ്റ് ആയിട്ട് ചിത്രീകരിക്കുകയാണ്. സത്യത്തിൽ അത് ഹോളോകോസ്റ്റ് ആണോ ആരിഫ്? എന്താണ് അങ്ങനെ? നമുക്ക് ഇപ്പോ ബന്ധികളെ വിട്ടു നൽകുന്നു, തീർച്ചയായിട്ടും അതോടുകൂടി യുദ്ധം അവസാനിക്കുന്നു. ഒക്ടോബർ 7 ആവർത്തിച്ച് നടന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ദുരന്തമേ കഴിഞ്ഞ 2 വർഷമായി ലോകം ഫേസ് ചെയ്യില്ലായിരുന്നു.
ആ യാഥാർത്ഥ്യങ്ങളോട് നിൽക്കെ തന്നെ ഈ കൊലപാതകത്തെ നമുക്ക് ന്യായീകരിക്കാൻ, അല്ലെങ്കിൽ യുദ്ധത്തിൽ വരുന്ന മരണങ്ങളെ നമുക്ക് ന്യായീകരിക്കാൻ നീതീകരിക്കാനാവുന്നതല്ലല്ലോ. അതൊരു ഹോളോകോസ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുമോ? അതൊരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒന്നായിരുന്നു. എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു ആരിഫിന്റെ ഒബ്സർവേഷൻ? കൊലപാതകങ്ങൾ അല്ലെങ്കിൽ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൊലപാതകം എന്ന് നമുക്ക് വിളിക്കാൻ കഴിയില്ല, ഒന്നാമത്തെ കാര്യം. മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മരണങ്ങളെ നമ്മൾ ന്യായീകരിക്കുന്നുമില്ല. പക്ഷെ ഈ മരണങ്ങളെ എടുത്തു വെച്ചുകൊണ്ട് ഹോളോകോസ്റ്റ് ആണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഹോളോകോസ്റ്റ് 2 ആണ് എന്ന് പറയുമ്പോൾ, അതിൽ വ്യക്തമാവുന്നത് എന്തായിരുന്നു ഹോളോകോസ്റ്റ് എന്ന് ഇവർക്ക് അറിയില്ല എന്നുള്ളതാണ്. ഹോളോകോസ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അതൊരു വളരെ ന്യൂനപക്ഷം എന്നൊക്കെ പറഞ്ഞാലും പോലും അത് കൂടിപ്പോകും. എന്ന് വെച്ചാൽ 1% പോലും ഇല്ലാത്തൊരു ജൂത സമൂഹത്തെ ജർമ്മനിയിൽ കൊന്നു തള്ളുന്നതിന് വേണ്ടിയിട്ട് അവര് ഇവിടെ ഉണ്ടാകാനേ പാടില്ല. അതിൽ കുട്ടിയെന്നോ മുതിർന്നവനെന്നോ ഒന്നും ഒരു വ്യത്യാസവും ഇല്ലാതെ ഓരോ വ്യക്തിയെയും ജൂതനാണോ എന്ന് അന്വേഷിച്ച് ആണെങ്കിൽ അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുക മാത്രമല്ല, അതിനു വേണ്ടിയിട്ട് പ്രത്യേക സംവിധാനങ്ങൾ, ഒരു ഇൻഡസ്ട്രിയലൈസ്ഡ് കില്ലിംഗ്, അത് തെരഞ്ഞു പിടിച്ച് അവരെ കൊല്ലുന്നതിന് പ്രത്യേക സംവിധാനം ഒരുക്കി, കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് പോലെ സംവിധാനങ്ങൾ ഒരുക്കി, അതിനു വേണ്ടിയിട്ട് റെയിൽ പാളങ്ങൾ നിർമ്മിച്ച് അതിനു വേണ്ടിയിട്ട് ക്യാമ്പുകളിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള പ്രൊപ്പഗൻഡ, അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി, ആ ഒരു ലോങ് പ്രോസസ്, അതിനെയാണ് നമ്മൾ ഹോളോകോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, ഇപ്പൊ 50,000, 60,000, 1,00,000 പേര് കൊല്ലപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കാം. ഞാൻ ആദ്യം ചോദിക്കുന്നത്, ഈ 1,00,000 പേര് കൊല്ലപ്പെട്ടതിൽ എത്ര പേര് ഹമാസ് പോരാളികളാണ് എന്നുള്ളത് അതിന്റെ കണക്കൊന്ന് ആദ്യം അവർ വെക്കട്ടെ. അതാദ്യം വെക്കണം. എന്നതിന് ശേഷം സിവിലിയൻസ് എത്ര പേരുണ്ട് എന്നുള്ളതിന്റെ കണക്ക് അവർ വെക്കട്ടെ. ഇനി ആ സിവിലിയൻസ് എത്ര പേര് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിൽ എത്ര പേരെ ഇസ്രായേൽ മനഃപൂർവ്വം കൊന്നു എന്നുള്ളതിന്റെ കണക്ക് വെക്കട്ടെ. ഇങ്ങനെ ഓരോ കണക്ക് നമ്മൾ ചോദിക്കും. ഇവിടെ നമ്മൾ കാണുന്ന എന്താണ്? 12 വയസ്സ് പോലും ആവാത്ത കുട്ടികളെ തോക്കും കൊടുത്ത് ഇതുപോലെ യുദ്ധത്തിനെന്ന് പറഞ്ഞു വിടുന്നത് ഒരു കാഴ്ച. ഒക്ടോബർ 7-ന് അവിടെ നടത്തിയ ആ ഒരു ഭീകരാക്രമണത്തിന്റെ വിഷ്വൽസ് അവര് തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. അത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കാണാം, സിവിലിയൻ വേഷത്തിലാണ് പല ആളുകളും അതിലുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ഹമാസിന്റെ യുദ്ധം നടത്താൻ വേണ്ടിയിട്ട് അവർ പ്രത്യേക യൂണിഫോം ഒന്നും തയ്പ്പിച്ച് പിടിപ്പിച്ചിട്ടല്ല അവര് ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചത്. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ അവര് ഹമാസ് പോരാളികളും മരിച്ചു കഴിഞ്ഞാൽ സിവിലിയൻസുമായി മാറുന്ന ഒരു പ്രത്യേകതരം സാഹചര്യം ഇവിടെ ഉണ്ട്. ഒന്നാമത്തെ കാര്യം ഇതാണ്. ഇതിനെ ആദ്യം അവര് ക്ലാരിഫൈ ചെയ്യണം. ഈ കൊല്ലപ്പെട്ടവരിൽ എത്ര പേര് സിവിലിയൻസ് ആണ്, എത്ര പേര് ഹമാസ് പോരാളികളാണ് എന്നതിന്റെ കണക്ക് അവർ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നിലവിളിക്കാം. അപ്പൊ ഞാൻ നിലവിളിക്കും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇപ്പോ ആ കണക്ക് വെച്ചിട്ട് നമുക്കത് ആ രീതിയിൽ പറയാൻ നമുക്ക് സാധിക്കില്ല. ഒന്നാമത്തെ കാര്യം അത്. ഇനി രണ്ടാമത്തേത്, ഇവിടെ സംസാരിക്കാതെ പോകുന്ന ഒരു വിഷയമാണ്. ഇവിടെ ഹോളോകോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനൊരു ആദ്യം വേണ്ടത് ഒരു മോട്ടീവാണ്. ഇവരെ കൊന്നു തള്ളണം എന്നുള്ളൊരു മോട്ടീവ്. ഞാനിവിടെ നടന്ന് സംസാരിക്കുന്ന സമയങ്ങളിൽ പലസ്തീനിയൻസ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ ജീവിക്കുന്നവരുണ്ട്, ഇവിടുത്തെ പൗരന്മാരായിട്ട് ജീവിക്കുന്ന അറബ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവരുമായിട്ട് നമ്മൾ സംസാരിക്കുന്നു. ടാക്സി ഡ്രൈവേഴ്സ് ആയിട്ട് ചിലപ്പോൾ ആളുകൾ ജെറൂസലമിൽ നിന്നുള്ള ആളുകളെ നമുക്ക് കിട്ടാറുണ്ട്. അവരുമായിട്ട് നമ്മൾ സംസാരിക്കുന്നു. ഇവരെല്ലാവരും പറയുന്നത് ഈ പറയുന്ന ഗാസ അവിടുന്ന് കടന്നു വന്നുകൊണ്ട് ഈ ഒക്ടോബർ 7 സംഭവിച്ചത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു എന്ന് പറയുമ്പോൾ, അതിന് ഭീകരവാദമായിട്ട് പോലും അവർ പറയാതെ പറഞ്ഞു വെക്കുമ്പോൾ, നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് അത് സ്വാതന്ത്ര്യ സമരമായിട്ട് തോന്നുന്നത് എങ്ങനെയാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതാണ് ഏറ്റവും കൂടുതൽ ഹമാസിന്റെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് കേരളത്തിലായിരിക്കും. അതാ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ പോരാളികൾ നമ്മുടെ നാട്ടിലാന്ന് പറയാം. അതൊരു വശത്ത്. 2, ഈ പറയുന്ന ആളുകളെ ഇതുപോലെ അവരെ ലക്ഷ്യം വെച്ച് കൊല്ലണം എന്നൊരു ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഏറ്റവും മിനിമം അങ്ങനെ ഒരു ഉദ്ദേശം അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന ആളുകൾ ഈ ഇസ്രായേലിൽ ജീവിച്ചിരിക്കും? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. കാരണം ഈ ഹോളോകോസ്റ്റ് നടക്കുന്ന സമയത്ത് അവിടെ ഈ ജൂതന്മാർ അവിടെ മാത്രമല്ല, ഈ ജൂതന്മാര് യൂറോപ്പിലെ പല സ്ഥലങ്ങളിലും വേട്ടയാടപ്പെട്ടിരുന്നു. അത് നമ്മൾ സാധാരണ ജർമ്മനിയിലെ കാര്യം മാത്രമേ പറയുന്നത്. പോളണ്ടിലെ ഓഷ്വിറ്റ്സ് പോലെയുള്ള സ്ഥലങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെൻട്രേഷൻ ക്യാമ്പുമായിട്ട് അവിടെ വന്നിരുന്നത്. അപ്പൊ എങ്ങനെയാണ് അവിടെ പോളണ്ടിൽ ഇത് വന്നത്, അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ റഷ്യയിലൊക്കെ എങ്ങനെയാണ് ഇത് വന്നത്? അപ്പൊ നമ്മൾ പറയുന്നത് അങ്ങനെ ഒരു മോട്ടീവ്, ഇവരെ കൊന്നു തള്ളണം എന്നൊരു മോട്ടീവ് അതില്ല. അത് ഞാൻ തറപ്പിച്ച് പറയുന്ന കാര്യമാണ്. കാരണം അത് നമ്മൾ ഇവിടെ നേരിട്ട് വന്ന് കണ്ടിട്ടുള്ള കാര്യമാണ്. ഇനി ഇവിടെ ഹോസ്റ്റേജ് സ്ക്വയർ, അവിടുന്നാണ് ഞാൻ ഈ പിന്ന് വാങ്ങിക്കുന്നത്. ഇത് നമ്മളുടെ നെഞ്ചത്ത് കുത്താൻ. അപ്പൊ ഈ ഹോസ്റ്റേജ് സ്ക്വയർ ഇവിടെ ടെലവീവിൽ തന്നെയുള്ള ഹോസ്റ്റേജ് സ്ക്വയറിൽ നമ്മൾ പോയി അവിടെ ഹോസ്റ്റേജിന്റെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ആളോട് ചോദിച്ചു, നിങ്ങളിപ്പോ എന്താണ് നിങ്ങളുടെ ഇതിനകത്തുള്ള നിലപാട്? ഈ പറയുന്ന പ്രശ്നത്തിൽ നിങ്ങളുടെ മുൻ നിലപാടും ഇപ്പോഴുള്ള നിലപാടിലും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എന്ത് തന്നെ നിലപാടും ആയിക്കോട്ടെ. അവര് പറഞ്ഞത്, ഞങ്ങള് മുന്നേ
വണ്ടിയുമായിട്ട് ഗാസ അതിർത്തിയിൽ കാത്തു നിൽക്കുമായിരുന്നു. കാരണം എന്തിനാണ്? ഗാസയിലുള്ള പാവം പിടിച്ച ആളുകൾ, അവർക്ക് ചികിത്സ കിട്ടാതെയുള്ള ആളുകളുണ്ട്. ചിലപ്പോൾ നല്ല ഹോസ്പിറ്റൽസ് അവിടെ ഇല്ലാത്തതിന്റെ പേരിൽ, ചെലവ് അധികമായതിന്റെയൊക്കെ പേരിൽ അവര് ക്യാൻസർ രോഗികൾ അതുപോലുള്ള ആളുകൾ അവിടെ ഉണ്ട്. അപ്പൊ അവരെ ഞങ്ങൾ വണ്ടി കൊണ്ടുപോയിട്ട് അവരെ ഇസ്രായേലിലുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് വേണ്ട കീമോതെറാപ്പി കൊടുക്കുന്നു, അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യേണ്ട ആളുകളാണെങ്കിൽ ഡയാലിസിസ് ചെയ്യിക്കുന്നു, എന്നിട്ട് തിരിച്ച് അവരുടെ വീട്ടിൽ കൊണ്ട്. ഇത് ഡെയിലി ചെയ്തിരുന്ന ആളുകളാണ് ഇവരൊക്കെ. ആ ആളുകളെയാണ് അവരുടെ വീടുകളിലാണ് കടന്നു വന്നുകൊണ്ട് ഈ ഹമാസ് പോരാളികൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ വന്ന് ഇതുപോലെ പ്രശ്നം സൃഷ്ടിച്ചത്. അപ്പോ ഇവര് ഇടതുപക്ഷമായിരുന്നു, പച്ചയ്ക്ക് പറഞ്ഞു. ഇന്നും അവര് പറയുന്നത് അവരുടെ ഇങ്ങനെ ഈ കടന്നു വന്നുകൊണ്ട് അവരത് ചെയ്തപ്പോ സത്യത്തിൽ ഇവര് തീവ്രവാദം നടത്തിയതിലല്ല അവരുടെ വിഷമം. അവർക്ക് ഇവരിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു സാഹോദര്യ ബോധം ഉണ്ടായിരുന്നു. ഇവര് ഞങ്ങളും ആ ഒരു ചിന്തയാണ് ഇവര് സത്യത്തിൽ തകർത്ത് കളഞ്ഞത്. ഇതാണ് ഇവരുടെ പരാതി. ഇനി ഇതിന്റെ അടുത്ത ഇങ്ങനെ വന്നു എന്നതിന്റെ പേരിൽ ഇനി വൈരാഗ്യ ബുദ്ധിയായിട്ടാണോ നടക്കുന്നത്? അല്ല. അവര് പറയുന്നത് ഓക്കെ, അവർ ശരിയാവുമായിരിക്കും, അവർക്ക് ഇനി അവസരം കൊടുക്കണം എന്ന് പറയുന്ന ആളുകളെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, ഈ നമ്മളുടെ നാട്ടിലുണ്ട് ഈ പഴയ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് ഈ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തേക്ക് ഇന്നും എടുത്തു വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ പണ്ട് കാലത്ത് ടിപ്പു സുൽത്താൻ ചെയ്തതിനെയോ അല്ലെങ്കിൽ ഔറംഗസീബ് ചെയ്തതിനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നും മുസ്ലിങ്ങളോട് എതിർപ്പ് കാണിക്കുന്ന ആളുകൾ, നമ്മൾ ഹിന്ദുത്വവാദികളുള്ള നാട്ടിലിരിക്കുമ്പോൾ നമ്മളിത് കണ്ടുപിടിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇത് ആയിരക്കണക്കിന് വർഷം മുന്നേ നടന്നതല്ല, മിനിയാന്ന് നടന്ന കാര്യമാണ്. ആ കാര്യത്തെ എടുത്തു വെച്ച് പോലെ അവര് പറയുന്നത് അവർ നന്നാവുമായിരിക്കും എന്ന് പറയുന്ന നിലയിൽ. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് നന്നാവില്ല. കാരണം എന്താണ്? ഇവരുടെ മോട്ടീവ് ജിയോ പൊളിറ്റിക്സ് അല്ല, ഇവരുടെ മോട്ടീവ് മതമാണ്, കൃത്യമായ മതമാണ് എന്നിരിക്കെ അതിനെ ആ ഡീ റാഡിക്കലൈസേഷൻ നടത്താതെ ഈ വിഷയം ശരിയാവില്ല എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വിക്ടിമായിട്ടുള്ള ഹോസ്റ്റേജിന്റെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് പോലും അത് മനസ്സിലാവുന്നില്ല. പിന്നെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് മനസ്സിലാവുക എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ ഈ ഒരു നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് അത് എന്തുകൊണ്ട് ഈ ഇരകൾക്ക് പോലും കിട്ടുന്നില്ല, അവരുടെ ഫാമിലീസിന് പോലും മനസ്സിലാവുന്നില്ല. ഹോസ്റ്റേഴ്സ് ആയി പിടിച്ചുകൊണ്ട് പോയി അവിടുന്ന് റിലീസ് ചെയ്ത ആളുകളോട് നേരിട്ട് നമ്മൾ സംസാരിച്ചു, അവർക്ക് പോലും മനസ്സിലാവുന്നില്ല. അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ അവിടെ കണ്ട ആളുകളൊക്കെ ഹമാസ് ആയിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവർ പറയുന്നത് അങ്ങനെ ഞാൻ പറയില്ല എന്നാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ ഈ സിവിലിയൻ വേഷത്തിൽ നിൽക്കുന്ന ഹമാസിനെ കണ്ടിട്ട് അവരെ ഹമാസ് എന്ന് വിളിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെയാണ്? അപ്പൊ അതാ ഞാൻ ചോദിക്കുന്നത്, ഈ 60,000 പേര് ലിസ്റ്റൊക്കെ ഇടുമ്പോൾ ഞാനിപ്പോ അതിനകത്ത് പ്രതികരിക്കില്ല. ആദ്യം അതിനകത്ത് എത്ര ഹമാസ് ഉണ്ടെന്ന് ആദ്യം അവര് ലിസ്റ്റ് ഇങ്ങോട്ട് തരണം. കാരണം ഈ ബോംബിടാൻ വേണ്ടി ഇസ്രായേൽ തുനിയുമ്പോൾ നേരെ പോയി ബോംബിടുകയല്ല ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ ബോംബിടാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ആദ്യം അവരെ അറിയിച്ച് അവർക്ക് രക്ഷപ്പെടാനുള്ള വഴി കൊടുത്തുകൊണ്ട് എന്നിട്ടാണ് ബോംബിട്ടിട്ടുള്ളൂ. അതും എന്തുകൊണ്ട്? അവിടെ നിന്നും ഇങ്ങോട്ട് ഈ പറയുന്ന റോക്കറ്റ് വന്നുകൊണ്ട്. ഇനി അവസാനമായിട്ട് ഒരു കാര്യം ഇതിൽ പറയാനുള്ളത്, ഈ പരാതി മുഴുവൻ ഇസ്രായേലിലെ ആളുകൾ മരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടല്ലേ ഈ വരുന്നത്. 60,000 പേര് ഫലസ്തീനിൽ മാത്രം കൊല്ലപ്പെട്ടു, ഇതല്ലേ പ്രശ്നം. ഗാസയിൽ മാത്രം 60,000 പേര് കൊല്ലപ്പെട്ടു. എന്തുകൊണ്ട് ഇസ്രായേലിൽ കൊല്ലപ്പെടുന്നില്ല? അയൺ ഡോം ഇല്ലായിരുന്നു എന്ന് വിചാരിക്കാം. ഈ ഹമാസ് അവിടുന്ന് തൊടുത്തുവിടുന്ന റോക്കറ്റ് അത് ഈ പറയുന്ന ഗാസയോട് ചേർന്ന് നിൽക്കുന്ന ഇസ്രായേലിന്റെ സദേൺ പാർട്ട്, ആ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ വസിക്കുന്ന ഭാഗമാണ്. ഈ പറയുന്ന നിറോസ് എന്ന് പറയുന്ന ഒരു കിബുട്സിൽ നമ്മൾ പോയി നേരിട്ട് കണ്ടതാണ്. അവിടെ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഈ അയൺ ഡോം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അത് മുഴുവൻ കത്തിച്ചാമ്പലാവില്ലായിരുന്നു, അവിടെയുള്ള ആളുകൾ മുഴുവൻ മരിക്കില്ലായിരുന്നു. അപ്പൊ ഈ അയൺ ഡോം ഉണ്ട് എന്നുള്ള ധൈര്യത്തിലല്ലേ ഇവർ ഈ റോക്കറ്റ് വിടുന്നത്. കാരണം ഞങ്ങൾ എത്ര റോക്കറ്റ് വിട്ടാലും ഇസ്രായേലിൽ സിവിലിയൻസ് കൊല്ലപ്പെടില്ല എന്നുള്ള ഉറപ്പ് അത് ഈ ഹമാസിനുണ്ട്. ആ ഉറപ്പിന്റെ പേരിലാണ് ഇപ്പുറത്ത് കൊല്ലപ്പെടുന്ന യൂണിഫോം മാറ്റിവെച്ച് ഹമാസ് പോരാളികൾ യൂണിഫോം മാറ്റിവെച്ച് സിവിലിയൻസ് ആയി അഭിനയിച്ച് കൊല്ലപ്പെടുമ്പോൾ അതിനെ വെച്ചുകൊണ്ട്, അതല്ലെങ്കിൽ മനുഷ്യ കവചമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് സാധാരണ ജനങ്ങളെ കുരുതി കൊടുക്കുമ്പോൾ അത് വെച്ചുകൊണ്ട് ഈ പറയുന്ന ഒരു മുതലെടുപ്പിന് അവർക്ക് സാധ്യത ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് അവർ ഈ പണിക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു കള്ളത്തരത്തിൽ നമ്മൾ വീഴരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് അതിൽ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്. ആരിഫ്, അതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അതായത് ഇപ്പൊ ഒരുപാട് സിവിലിയൻസിനെ ആരിഫ് കാണുന്നു, സംസാരിക്കുന്നു. ഇവർക്കറിയാമോ, അതായത് ഇവർക്കെതിരെ വലിയൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ലോകത്തിനെമ്പാടുമുണ്ട്. എമ്പാടും എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും ഇസ്രായേലിൽ ആണെങ്കിൽ പോലും പല രാഷ്ട്രങ്ങളും അല്ല, തങ്ങൾക്കെതിരെ തങ്ങൾ ജൂതന്മാരായതുകൊണ്ട് ഇങ്ങനെ തങ്ങൾക്കെതിരെയായി നിലനിൽക്കുന്ന ഒരു ലോക സമൂഹം ഇവിടെ ഉണ്ടെന്ന് ഇവർ അവെയറാണോ? മാത്രമല്ല, ഇപ്പോ ഇവരെ സേഫ് ആക്കാൻ വേണ്ടി ഗവൺമെന്റ് എടുക്കുന്ന, പ്രത്യേകിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വം എടുക്കുന്ന മെഷേഴ്സിനെ അവർ സാറ്റിസ്ഫൈഡ് ആണോ? ഹൗ മച്ച് പോപ്പുലർ ഹീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി പല
ഒക്ടോബർ 7 ശേഷം കുറച്ചൊന്ന് ഡിക്ലൈൻ ആയിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ഇപ്പോ പ്രത്യാക്രമണം നടന്നപ്പോഴാണ് അതൊക്കെ കൂടുന്നത്. ഇതിനെക്കുറിച്ച് എന്തൊക്കെയാണ് ഒബ്സർവേഷൻ? നെതന്യാഹു ഈ അടുത്തൊന്നും ഇറങ്ങാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഒറ്റവാക്കി പറഞ്ഞാൽ. പോപ്പുലാരിറ്റി ഇൻക്രീസ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം അതാണ്. കാരണം ഹോസ്റ്റേജസിന്റെ ഫാമിലി അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യമായാലും റൈറ്റ് വിങ്ങിന്റെ ആവശ്യമായാലും അത് ഒരേപോലെ ഏതാണ്ട് 100% എന്നൊന്നും പറയുന്നില്ല, പക്ഷെ ഒരു വലിയൊരു അളവോളം അതിനോട് നീതി പുലർത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇതുവരെ ചെയ്തു വന്നിട്ടുള്ളത് എന്നാണ് പൊതുവായിട്ടുള്ളൊരു വിലയിരുത്തൽ. അപ്പോൾ ഒരിടയ്ക്ക് ഈ പറയുന്ന ഒരു അൺപോപ്പുലർ ആയി വന്നിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് കൂടി വന്നു എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടതുപക്ഷമായി നിന്നുകൊണ്ട് നെതന്യാഹുവിനെതിരെ നിന്നിരുന്ന ആളുകളിൽ ഒരു വലിയ ശതമാനം ആളുകൾക്ക് എന്താണ് ഈ വസ്തുത, ഞങ്ങൾ എത്ര അവരോട് കരുണ കാണിച്ചിട്ടും കാര്യമൊന്നുമില്ല, അവരുടെ ലക്ഷ്യം ജൂതന്മാരെ ഉന്മൂലനം ചെയ്യുക എന്ന ഒരു വളരെ ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ ഒരു വലിയൊരു ശതമാനം ഇടതുപക്ഷക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നും കൂടി വരുമ്പോൾ അവരും ഈ പറയുന്ന കാര്യത്തെ പരോക്ഷമായിട്ടാണെങ്കിലും പിന്തുണയ്ക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഈ ഹോസ്റ്റേഴ്സിനെ വെച്ച് വിലപേശൽ എത്രമാത്രം ഹമാസ് തുടരുന്നോ അത്രയും കണ്ട് പോപ്പുലാരിറ്റി നെതന്യാഹുവിന് വർദ്ധിക്കുകയാണ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം യുദ്ധം അവസാനിപ്പിക്കാനും ഇതിനോടകം ഇസ്രായേൽ തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. കാരണം അവരും വെടിനിർത്തലിന്റെ ഭാഗം തന്നെയാണല്ലോ. അതൊരു വശത്ത്. രണ്ടാമത് 2005 ഈ ഗാസ വിട്ടുകൊടുത്തതാണല്ലോ. അപ്പോ അതും ഇസ്രായേലാണല്ലോ ചെയ്യുന്നത്. യൂണിലാറ്ററൽ ഡിസെൻഗേജ്മെന്റ് തന്നെയാണെന്ന് അവിടെ നടന്നിട്ടുള്ളത്. പക്ഷെ അതൊന്നും ചർച്ചയാവാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അതൊക്കെ പതിയെ അതെല്ലാം പൊങ്ങി വരികയാണ്. അതൊരു വശത്തുണ്ട്. പിന്നെ അത് കൂടാതെ ഇപ്പോ സിൻവറിനെ പോലുള്ള ഒരാളെ ഒരു ഐക്കണായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അവരെ ആ ഒരു അത്തരം തീവ്രവാദ നേതൃത്വങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നു എന്നുള്ളതും കൂടി ഇവിടെ വ്യക്തമായി. കാരണം അത് പബ്ലിസൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്തത്, ആരെയൊക്കെ ഇല്ലാതെയാക്കി എന്നുള്ളത്. അപ്പോൾ ഹമാസിന്റെ ടോപ്പ് ലീഡേഴ്സിന് മുഴുവൻ അവിടെ നിഷ്കാസനം ചെയ്തു എന്ന് തന്നെ പറയാം. അത് ഏറ്റവും പ്രധാനമാണ് സിൻവർ. കാരണം സിൻവറിനെ അറിയാത്ത ആരും ഈ പറയുന്ന ഇസ്രായേലിലില്ല. ഇസ്രായേലി ജയിലിൽ ഏതാണ്ട് 10-20 വർഷത്തോളം കിടന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അറിയാത്ത ആരുമില്ല. മാത്രമല്ല അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങളുണ്ട്, നെസസറി സാക്രിഫൈസ് എന്ന് പറഞ്ഞിട്ട്. അതായത് എത്രമാത്രം കുട്ടികൾ അവിടെ കൊല്ലപ്പെടുന്നു അത്രയും കണ്ട് ഇസ്രായേൽ പരിങ്ങലാവും എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ലോകം അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേലികൾക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ചോദിച്ചതിന്റെ ഒരു ഭാഗം ഇതാണല്ലോ, ഇത് എത്രത്തോളം ഇസ്രായേൽ ഇതിനകത്ത് ബോധവാന്മാരാണെന്നുള്ളത്. ഞാൻ പറയുന്നു, ഇസ്രായേൽ ഇവിടെയുള്ള ആളുകൾ ഫോക്കസ്ഡ് ആണ്, അവർ ഡിസ്ട്രാക്റ്റഡ് ആകുന്നില്ല എന്നുള്ളതാണ്. അവരുടെ ലക്ഷ്യം എന്താണെന്നുള്ളതും അവര് വേൾഡ് എന്ത് പറയുന്നു എന്ന് നോക്കിയിട്ട് കാര്യങ്ങൾ പറയാതിരിക്കുകയും ചെയ്യുന്ന രീതിയല്ല നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അവര് വളരെയധികം ഫോക്കസ്ഡ് ആണെന്ന് മാത്രമല്ല ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് ചിന്തിക്കുന്നത്. എത്രത്തോളം ഫ്യൂച്ചറിസ്റ്റിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെക്കാൾ നല്ല ബോധ്യമുണ്ട് ഈ അടുത്തൊന്നും ഇവിടെ സമാധാനം ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തില്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ പാർക്കുകളിൽ അവരിപ്പൊ പണിയുന്ന കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി പണിയുന്ന സാധനങ്ങൾ, കാറ്റർപില്ലർ അതുപോലുള്ള സാധനങ്ങളൊക്കെ പണിയുമ്പോൾ അതിപ്പോ ബോംബ് ഷെൽട്ടർ ആയിട്ടാണ് പണിയുന്നത്. എന്ന് വെച്ചാൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ബോംബ് വരാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് കുട്ടികളെ എങ്ങോട്ട് ഓടി ഒളിക്കണ്ട, ആ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ അല്ലെങ്കിൽ അവിടെ തന്നെ ഉണ്ട്, അവിടെ അങ്ങ് കയറി നിന്നാൽ മതി എന്നുള്ള രീതിയിലേക്ക് വരെ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്താണ് സൂചിപ്പിക്കുന്നത് നമ്മൾ ആലോചിക്കും. ഇവർ ഫോക്കസ്ഡ് ആണ്, പ്രശ്നത്തിന്റെ ഗൗരവം അവർക്ക് അറിയാം, ഐഡിയോളജി തമ്മിലുള്ള അല്ലെങ്കിൽ ഐഡിയോളജിയാണ് ഇതിലെ പ്രശ്നം എന്ന് ലോകത്തിന് മനസ്സിലായില്ലെങ്കിലും ഇസ്രായേലിന് അറിയാം, ഇസ്ലാമാണ് അതിനകത്തുള്ള പ്രശ്നം എന്ന് അവർക്കറിയാം. ആ ഒരു തിരിച്ചറിവ് ലോകത്തിലേക്ക് എത്തിക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് നമ്മളെപ്പോലുള്ള ആളുകളെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവന്ന് ഈ അബ്രഹാം അക്കോർഡ്സ് അതിന്റെ ഭാഗമാണ് ഈ പറയുന്ന ഒരു പീസ് ഡയലോഗ്. അതിൽ അവർ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഒരു കാര്യമാണ് ഈ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിലൂടെയുള്ള ആന്റിസെമിറ്റിസം. അത് പരിഷ്കരിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ അത് തടയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊക്കെ സ്കൂളിൽ എ ഫോർ ആപ്പിൾ, ബി ഫോർ ബനാന എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നിടത്ത് ഇവിടെ ഗാസയില് UNRWA നമ്മളുടെ UN-ന്റെ സഹായത്തോടു കൂടി നടത്തുന്ന സ്കൂള്, അവരുടെ ആ ബോഡി നടത്തുന്ന സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളിൽ എണ്ണാൻ പഠിപ്പിക്കുന്നത് സൂയിസൈഡ് ബോംബേഴ്സിനെ നിരത്തി നിർത്തിയിട്ട് എത്ര സൂയിസൈഡ് ബോംബേഴ്സ് ഉണ്ടെന്ന് എണ്ണിയാണ് പഠിപ്പിക്കുന്നത്. നമ്മളിവിടെ മാങ്ങയും ചക്കയൊക്കെ എണ്ണി പഠിപ്പിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഇപ്പോ ഹ എന്ന് പറയുന്ന അക്ഷരം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഷഹീദ് എന്ന വാക്കിലെ ഹ എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ജിഹാദ് എന്നതിലെ ജ എന്നൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോ കുട്ടികൾ ചെറിയ പ്രായം മുതൽ ഇങ്ങനെ അക്ഷരങ്ങളിലൂടെയും ശബ്ദങ്ങളിലൂടെയും എണ്ണം പഠിപ്പിക്കുന്നതിലൂടെയും പോലും അവർക്ക് ഫെമിലറൈസ് ചെയ്ത് കൊടുക്കുന്ന ഒരു പണി അതിവിടെ നടക്കുന്നു. അതിന് ഫണ്ട് ചെയ്യുന്നത് UN പോലുള്ള സംഘടനകളും കൂടി ആവുമ്പോൾ എങ്ങനെയാണ് ഈ യാഥാർത്ഥ്യ ലോകത്തിലേക്ക് എത്തിക്കുക എന്ന് പിന്നെ ഇവർ ചോദിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം UN പോലും അത് മനസ്സിലായി, ഈ ഹമാസിനെ ടെറർ ഓർഗനൈസേഷൻ ആണ് എന്ന് വിളിക്കാൻ പോലും അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ ഗ്രൗണ്ട് ലെവലിലുള്ള വിഷയത്തെ കുറിച്ച്
ലോകത്തിന് അറിയില്ല, ഇസ്രായേലിന് നന്നായിട്ട് അറിയാം. അത് ആ ബേസിക് ഇഷ്യൂ എന്താണെന്ന്, കോർ ഇഷ്യൂ എന്താണെന്ന് അവർക്ക് അറിയുന്നതുകൊണ്ട് അവർ വളരെയധികം ഫോക്കസ്ഡ് ആണ്. ഡിസ്ട്രാക്റ്റഡ് ആക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ചോദ്യം കൂടെ. ഈ നമുക്കറിയാം ഒരു മിക്സഡ് കമ്മ്യൂണിറ്റിയാണ്. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗം മാത്രം അല്ലെങ്കിൽ ജൂതന്മാർ മാത്രമുള്ളൊരു കിനാശേരി സ്വപ്നം കാണുന്ന ആളുകളല്ല ഇസ്രായേലികൾ. എങ്ങനെയാണ് അവിടുത്തെ മുസ്ലിങ്ങളുടെ ഒരു നിലപാട്? അല്ലെങ്കിൽ അവരെങ്ങനെയാണ് അവരുടെ ഒരു സഹവർത്തിത്വവും സാമൂഹികമായ കാഴ്ചപ്പാടും? പ്രത്യേകിച്ച് അവർ വിശ്വസിക്കുന്ന മതം തന്നെ വ്യത്യസ്തമാകുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ അതിനുവേണ്ടി സംസാരിക്കുകയും കൂടി ചെയ്യുന്ന ഒരു അവസരത്തിൽ. ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും മികച്ച ഡിസ്പ്ലേ നടക്കുന്ന ഒരു സ്ഥലമാണ് ഇസ്രായേൽ. ഏതറ്റം വരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുടെ പിന്തുണയുള്ള ഒരു മുസ്ലിം സംഘടനയുടെ 2 MP ഇന്ന് ഇവിടെ ഈ ഇസ്രായേലി നെസറ്റിൽ ഇരിക്കുന്നുണ്ട്. അവിടെ വരെയാണ് അതിന്റെ ജനാധിപത്യത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത്. ഒരു 3 ഒരു ഇസ്രായേലികളെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു വലതിനെയും ഒരു ഇടതിനെയും ഒരു സെൻട്രൽ പൊസിഷൻ എടുക്കുന്ന ഒരാളെ നിങ്ങൾക്ക് കിട്ടും. അവർ തമ്മിൽ സംസാരിക്കും, അവരങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ചെയ്യില്ല, അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളത് പറയും, അംഗീകരിക്കാവുന്നിടത്ത് അംഗീകരിക്കും, വിയോജിക്കാവുന്നിടത്ത് വിയോജിക്കും. അങ്ങനെയാണ് ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു സാധനമാണെന്നാണ് പറയുന്നത്. നമ്മളിവിടെ സാധാരണ അവൻ വലതനാണ് ഇടതനാണെന്നൊക്കെ പറയുന്ന രീതി അതൊന്നും അല്ല ഇവിടെ ഉള്ളത്. പക്ഷെ ഈ പറഞ്ഞ തീവ്രവാദികളെയും കൂടി MP-കളായിട്ട് നമുക്ക് ഇവിടെ കാണേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അപ്പോ മുസ്ലിങ്ങളോടുള്ള സമീപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇസ്രായേൽ നേരിടുന്ന ഒരു ആരോപണമാണ് ഇതൊരു അപ്പാർട്ടൈഡ് സ്റ്റേറ്റ് ആണെന്നാണ് പറയാ. വളരെയധികം വിവേചനമുണ്ട്, റേസിസം ഉണ്ട് എന്നൊക്കെയാണ് പറയാ. ഞാൻ അങ്ങനെ പറയുന്ന ആളുകളെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് അത് കാണിച്ചു തരാൻ കഴിയില്ല എന്നാണ് ഞാൻ പറയാ. കാണിച്ചു തന്നാൽ നിങ്ങൾ പറയുന്ന പണി നമ്മൾ എടുക്കുന്നത് ഞാൻ പറയാം. കാരണം ഇസ്രായേലിന്റെ പ്രത്യേകത തന്നെ അതാണ്. അതായത് നമ്മളിപ്പോ സാധാരണ ഇന്ത്യയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും കേരളം, കർണാടക, തമിഴ്നാട് അങ്ങനെ പോയി നമ്മൾ കശ്മീർ വരെ എത്തുന്നു, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലേക്ക് എത്തുമ്പോൾ ഒരു പലതരം കൾച്ചറിലുള്ള ആളുകൾ, രൂപസാദൃശ്യമില്ലാത്ത ആളുകൾ, വിവിധ തരത്തിലുള്ള ആളുകൾ, നിറവ്യത്യാസം അല്ലെങ്കിൽ ഭാഷ വ്യത്യാസം എല്ലാം നമുക്ക് കാണാൻ കഴിയും. അത് തന്നെയാണ് ഇസ്രായേലിലുള്ളത്. എന്ന് വെച്ചാൽ ഇന്ത്യ ഒരു വലിയ രാജ്യമായിട്ട് എങ്ങനെയാണോ പടർന്നു പന്തലിച്ച് ഇതുപോലെ വൈവിധ്യങ്ങളുടെ ഒരു ആഘോഷമായി മാറുന്നത്, അതിന്റെ ഒരു ചെറിയ രൂപമാണ് ഇസ്രായേൽ. കാരണം ഇവര് ജൂത വേട്ട നേരിട്ട സമയത്ത് ഇവര് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ജൂതന്മാർ ഇങ്ങോട്ട് വന്നപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ജൂതന്മാരാണ് വന്നത്. എന്ന് വെച്ചാൽ അത് ജർമ്മനിയിൽ നിന്ന് മാത്രമല്ല, അതങ്ങ് ആഫ്രിക്കയിൽ നിന്നും അതുപോലെയുള്ള പോളണ്ടിൽ നിന്നും റഷ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്ന് വരെയുള്ള ആളുകൾ വന്നതുകൊണ്ട് ഇന്ത്യയിൽ നിന്നടക്കമുള്ള ഇപ്പൊ ഇന്നലെ സ്പെൻഡ് ചെയ്തത് 1970-കളിൽ ഇവിടേക്ക് വന്ന കൊച്ചിയിൽ നിന്ന് വന്നിട്ടുള്ള ജൂതന്മാരുമായിട്ടുള്ള ആളുകളുടെ കൂടെയാണ് നമ്മൾ ഇന്നലെ സ്പെൻഡ് ചെയ്തത്. അവരുമായിട്ടുള്ള ഒരു ഭക്ഷണവും കഴിക്കലും ഒക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലിൽ അങ്ങനെ തന്നെ നിലനിൽക്കുന്ന ഒരു കൂട്ടമാണ്. അതുകൊണ്ട് ഈ റേസിസം എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് ലോകത്തെവിടെയും കാണുന്നതിനേക്കാൾ കുറവ് അല്ലെങ്കിൽ കാണാൻ പറ്റാത്തൊരു സാധനമാണ് ഇവിടെ എന്ന് ഞാൻ പറയും. ഒന്നത്. ഇനി ഇതുപോലെയുള്ള അറബ്സിനോടുള്ള ഒരു പ്രത്യേകത അത് കൂടുതലായിട്ടോ കുറവായിട്ടും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയില്ല. അതുമില്ല. ഒരു പ്രീണനം എന്ന് പറയുന്ന സാധനം ഇവിടെ ഇല്ല. അതാണ് ഇവിടുത്തെ കാര്യം. ഇനി പ്രീണിപ്പിക്കേണ്ടത് സത്യത്തിൽ ആരെയാണ്? ഇവിടെയുള്ള തീവ്ര ജൂത വിഭാഗത്തെയാണ്. അവരെയാണെങ്കിൽ സത്യത്തിൽ ഇവിടുത്തെ ഏറ്റവും വലിയൊരു മെനസായിട്ട് കാണുന്ന പോലെയാണ് ഇവിടുത്തെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത്. കാരണം ഇസ്രായേൽ കൈവരിച്ചിരിക്കുന്ന എല്ലാ അഭിവൃദ്ധിയും അല്ലെങ്കിൽ ഏതുതരം മേഖലയിലുള്ള ഉന്നതികളാണെങ്കിലും അതിനകത്ത് ഒരു പങ്കും ഈ പറയുന്ന അൾട്രാ ഓർത്തഡോക്സ് വിഭാഗങ്ങൾക്കില്ല. അവര് 24 മണിക്കൂറും ഈ തോറയും കൈ പിടിച്ച് നടക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ എണ്ണം വർദ്ധിച്ചാൽ ഇസ്രായേൽ എങ്ങോട്ട് പോകും എന്നുള്ളതാണ് ഇവിടുത്തെ ചിന്ത. അതാണ് ഇവിടുത്തെ വലിയ ചർച്ച. കാരണം സൈനികമായ ഡ്യൂട്ടി അവർക്ക് നിർബന്ധമില്ല, എക്കണോമിക്കലി അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, അവരുടെ അതിന്റെ എണ്ണം വളരെ അധികമാണ്. അങ്ങനെ പോകുന്ന ആരോപണങ്ങളും പ്രശ്നങ്ങളും ചർച്ച അത് വേറൊരു വശത്തുണ്ട്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ ഇക്കണോമിക്, അതല്ലെങ്കിൽ ഇതുപോലുള്ള സയൻസ് റിലേറ്റഡ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള വിഷയങ്ങളിൽ മാത്രമാണ് ഒതുങ്ങി നിൽക്കുന്നത്. അതല്ലാതെ അവൻ അറബിയാണ്, അവൻ മുസ്ലിമാണ്, അവൻ അമേരിക്കയിൽ നിന്ന് വന്നവനാണ്, അവൻ കൊച്ചിയിൽ നിന്ന് വന്നവനാണ് എന്ന് പറഞ്ഞിട്ടുള്ള തരത്തിലുള്ള ആ തരം വില കുറഞ്ഞ നിലപാടുകളിൽ എന്തെങ്കിലും ചർച്ച നടത്തി സമയം കളയാൻ ഇവരെ കിട്ടുന്നില്ല എന്നുള്ളത് നമ്മളും കൂടി കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. ഈവൻ വോക്ക് കൾച്ചർ പോലും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, ആരിഫിന്റെ അടുത്ത് എന്തായാലും കിട്ടിയ സ്ഥിതിക്ക് അവസാനത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടെ. ആരിഫ്, ഗാസ മുനമ്പുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടക്കുന്ന ഒരു അവസരമാണ്. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് ഗാസ ഒഴിപ്പിച്ച് അത് അമേരിക്ക ഏറ്റെടുക്കും എന്ന് പറയുന്ന സാഹചര്യങ്ങൾ വരുന്നു. അതിനെതിരെ അറബ് രാഷ്ട്രങ്ങൾ മുന്നോട്ട് വരുന്നു. എന്താണ് ആരിഫിന്റെ ഒബ്സർവേഷൻ? ഇത് എങ്ങനെ നമുക്കത് പ്രധാനമായും റീബിൽഡ് ആവശ്യപ്പെടുന്നുണ്ട്.
ഹമാസും എല്ലാവരും എങ്കിൽ സ്വാഭാവികമായും റീബിൽഡ് ചെയ്യാൻ കേപ്പബിൾ ആയുള്ള ആളുകൾക്ക് അത് അനുവദിക്കുക എന്നുള്ളതാണ്. പക്ഷെ അവർക്ക് ഗാസയിലെ കണ്ണുനീർ എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും നാൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് അതിൽ അവരുടെ പ്രീണനം പോസിബിൾ ആവുകയുള്ളൂ. ഇത് രണ്ടിനിടയിൽ കിടക്കുകയാണ് ഗാസ. അപ്പൊ എന്താണ് ആരിഫിന്റെ ഒബ്സർവേഷൻ? ഇത് എത്ര കണ്ട് പോസിബിൾ ആണ് ഇതില് ട്രംപിന്റെ നിലപാട് ഉൾപ്പെടെയുള്ളവയെല്ലാം വിശദീകരിക്കും? കാരണം പല തമാശകളും ഇതിലൂടെ നമുക്ക് പുറത്തേക്ക് വരികയാണ്. ഒന്നാമത്തെ കാര്യം, ട്രംപ് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ ലിറ്ററൽ മീനിങ്ങിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം ഒരു ജനസമൂഹത്തെ അവരുടെ സ്വന്തം നാട്ടിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്ത് അത് മറ്റൊരു സ്ഥലമാക്കി മാറ്റുക, അത് അങ്ങനെ ഒരു സ്വർഗമാക്കി തരാം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു ഉട്ടോപ്പിയൻ ഒരു ഐഡിയ ആയിട്ടാണ് നമുക്ക് അതിനെ കാണാൻ കഴിയുള്ളൂ. ഇത് നമ്മൾ മാത്രമല്ല, ഈ ഇസ്രായേലികളായിട്ടുള്ള ആളുകൾ പോലും അങ്ങനെയാണ് പറയുന്നത്. അതാണ് അതിൽ ഏറ്റവും വലിയ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു തമാശ എന്ന് പറയുന്നത്. കാരണം ഇവർക്ക് പോലും അത് ബോധിച്ചിട്ടില്ല ഇങ്ങനെ പറഞ്ഞതിൽ. ഒരുപക്ഷെ നെതന്യാഹുവിന് പോലും ബോധിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇവരും അത് തന്നെയാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല തമാശകളും ഒരുപക്ഷെ ഒറിജിനേറ്റ് ചെയ്തത് ഈ ഇസ്രായേലിൽ നിന്ന് തന്നെ ആകണമെന്നും കൂടിയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇന്നലെയൊക്കെ നമ്മൾ കണ്ട പല ഇവിടെയുള്ള ഇസ്രായേലികളായിട്ടുള്ള ആളുകൾ പോലും അത് ഷെയർ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു ഐഡിയ അതൊരു വശത്ത്. രണ്ട്, ഇപ്പൊ ഈ ഒരു സംഗതി പറഞ്ഞപ്പോ നമ്മൾ കേൾക്കുന്ന ഒരു മറു ആർഗ്യുമെന്റ് എന്താണ്? അതെങ്ങനെ ശരിയാവും? ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ നിന്നും ഞങ്ങളെ ആട്ടി ഓടിക്കുന്നത് ശരിയാണോ എന്നാണ് ഇപ്പൊ ചോദിക്കുന്നത്. അതാണല്ലോ ഇപ്പൊ നമ്മളൊക്കെ കേൾക്കുന്നത്. ഗാസക്കാർ ചോദിക്കുന്നത് അതാണ്. നമ്മൾ ഇത്രയും നാൾ കേട്ടോണ്ടിരുന്നത് എന്താണ്? ഞങ്ങൾ റെഫ്യൂജീസ് ആണെന്നാണ് ഇപ്പൊ ഇത്രയും നാൾ കേട്ടോണ്ടിരുന്നത്. അപ്പോ ട്രംപ് ഇത് പറയുന്നത് വരേക്കും ഇവര് റെഫ്യൂജീസ് ആയിരുന്നു. നമ്മളെപ്പോഴും ഒരാളെ റെഫ്യൂജി എന്ന് വിളിക്കുക, സ്വന്തം നാട്ടിൽ നിന്നും ആട്ടി ഓടിക്കപ്പെട്ട് വേറെ എവിടെയെങ്കിലും ജീവിക്കുന്ന ആളുകളല്ലേ നമ്മൾ റെഫ്യൂജി എന്ന് വിളിക്കുക. അപ്പോ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അവരുടെ അതാണ്. അപ്പൊ ഇത്രയും നാൾ റെഫ്യൂജികളായ ആളുകൾ ട്രംപ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്വന്തം നാട്ടിൽ ജീവിക്കുന്ന ആളുകളായിട്ട് മാറി എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു തമാശ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം ഈ വിഷയത്തിൽ മറുപടി പറയുന്ന ആളുകൾ ആദ്യം ഒരു തീരുമാനം എടുക്കണം. അതായത് നിങ്ങൾ റെഫ്യൂജികളാണോ അതോ നിങ്ങൾ സ്വന്തം നാട്ടിൽ ജീവിക്കുന്ന ആളുകളാണോ എന്നുള്ളത് നിങ്ങൾ ആദ്യം ഒന്ന് തീരുമാനിക്കുക. സ്വന്തം നാട്ടിൽ റെഫ്യൂജികളാണ് എന്നുണ്ടെങ്കിൽ ട്രംപ് പറഞ്ഞതിനെ നിങ്ങൾ അംഗീകരിക്കേണ്ടതായിട്ട് വരും. കാരണം എന്താണ്? ട്രംപ് പറഞ്ഞ് നിങ്ങൾക്ക് നല്ലൊരു പോസിബിലിറ്റിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എക്സിറ്റ് പ്ലാൻ ആണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നിങ്ങളെ വളരെ മികച്ച രീതിയിൽ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞു വെച്ചത്. അത് ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ഇനി അതല്ല സ്വന്തം നാട്ടിലാണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ കൂടെ നമ്മൾ ഉണ്ടാവും. പക്ഷെ അപ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ സ്വന്തം നാട്ടിൽ നിങ്ങൾ സ്വന്തം ജനത ആയിക്കൊണ്ട് വളരെ മികച്ച രീതിയിൽ ജീവിക്കുന്നതിന്റെ ഇടയിൽ പിന്നെ എന്തിനാണ് ഈ ഒക്ടോബർ 7 പോയത്? ഇതാണ് നമ്മളൊരു ചോദ്യം. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ 2 സ്റ്റേറ്റ് സൊല്യൂഷനെ നിങ്ങൾ എതിർത്തുകൊണ്ട് നിന്നത്? ഇതാണ് നമ്മളുടെ ചോദ്യം. അപ്പോൾ ഒരു വശത്ത് നിങ്ങൾ 2 സ്റ്റേറ്റ് സൊല്യൂഷന് വേണം എന്ന് പറയുകയും എന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് റിവർ ടു സീ പാലസ്റ്റീൻ വിൽ ബി ഫ്രീ എന്ന് പറയുമ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ് എവിടെ പോയി എന്നാണ് എന്റെ ചോദ്യം. ഈ 2 സ്റ്റേറ്റ് വേണമെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പിന്നെ എവിടെയാണ് ഈ റിവർ ടു സീ പാലസ്റ്റീൻ വിൽ ബി ഫ്രീ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അവിടെ നിലനിൽക്കുക? കാരണം അതിൽ 2 സ്റ്റേറ്റ് ഇല്ല, അതിൽ ഇസ്രായേൽ ഇല്ല. പിന്നെ എങ്ങനെയാണ് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ പറയുകയും ഇത് രണ്ടും കൂടി നടക്കുക? അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ്സിനെ നിങ്ങൾ ഇതുപോലെ പുച്ഛിച്ച് തള്ളാൻ വേണ്ടി വരുമ്പോൾ അതിലുള്ള എത്തിക്കൽ പാർട്ടിനെ കണ്ട് അതിനെ വിമർശിക്കാനുള്ള ഒരു ധാർമ്മിക അവകാശവും നിലവിൽ അതിനെക്കുറിച്ച് പറയുന്ന ആളുകൾക്കില്ല. അതാണ് ഞാൻ പറയാ. നമുക്കതുണ്ട്. എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിലനിൽക്കുന്നത് ഈ 2 സ്റ്റേറ്റ് സൊല്യൂഷന് വേണ്ടിയിട്ടാണ്. ഇസ്രായേൽ നിലനിന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഇസ്രായേൽ മുന്നോട്ട് പോയിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടാണ്. 1948 പ്ലാൻ അനുസരിച്ച് മുന്നോട്ട് പോയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർ പറയുന്ന 1967 ബോർഡർ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തിനായിരുന്നു അന്നത്തെ യുദ്ധം? നിങ്ങൾ അന്ന് അംഗീകരിച്ചാൽ ഈ യുദ്ധത്തിന്റെ ആവശ്യമില്ലല്ലോ. അപ്പോ അന്ന് ആ പ്ലാൻ മുന്നോട്ട് വെക്കുമ്പോൾ അത് അംഗീകരിക്കാതെ അവിടെ യുദ്ധത്തിന് ഇറങ്ങി തിരിച്ചിട്ട് തോറ്റമ്പി കഴിയുമ്പോൾ വന്നിട്ട് ഞങ്ങൾ അത് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ ഇതുപോലെ യുദ്ധം ചെയ്യാനും സൗകര്യമുള്ളപ്പോൾ യുദ്ധം നിർത്താനും എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് തോന്നിയ പോലെ മുദ്രാവാക്യങ്ങൾ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് നടക്കാനും എന്നിട്ട് റിവർ ടു സീ പാലസ്റ്റീൻ വിൽ ബി ഫ്രീ എന്ന് പറയാൻ ആദ്യം നിങ്ങൾ ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം എന്നല്ലേ നമുക്ക് പറയാനുള്ളൂ. ഇത് തന്നെയാണ് ട്രംപ് ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഇതിലൊരു നിർബന്ധിതാവസ്ഥ ഇപ്പൊ വന്നിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർബന്ധിതാവസ്ഥ ഇവിടുത്തെ അറബ് രാഷ്ട്രങ്ങൾക്കാണ്. കാരണം ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയതും ഇതിന് ഇത്രമാത്രം വലിയൊരു കീറാമുട്ടിയാക്കി മാറ്റിയതിലും വലിയ പങ്ക് അല്ലെങ്കിൽ ഒരേ ഒരു പങ്ക് അത് ഈ അറബ് ലോകത്തിനാണ്. ഈ അറബ് ലോകമാണ് ഈ പലസ്തീനിയൻ പ്രശ്നം പോലും ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാവുമായിരുന്നോ? ഇല്ലല്ലോ. അപ്പോ അവരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ ഇതിനകത്തൊരു തീരുമാനം എടുപ്പിക്കുക. ട്രംപ് ഒരു പൊളിറ്റിക്കൽ ടൂൾ എടുത്ത് പ്രയോഗിച്ചു എന്നാണ് ആരിഫ് പറയുന്നത്. തീർച്ചയായിട്ടും ഇതൊരു നിർബന്ധിതാവസ്ഥയാണ്. ഇതിനകത്ത് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ തന്നെയാണ് ഇതിൽ ഒരു പരിഹാരമായിട്ട് നമ്മൾ മുന്നിൽ കാണുന്നത്. പക്ഷെ ആ പരിഹാരം ഇസ്രായേൽ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. അതിന് ഈ ഹമാസ് അല്ലെങ്കിൽ പലസ്തീന് ഇവർ വിചാരിക്കണം.
അവര് പുറത്തു വന്നിട്ട് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എതിർക്കുന്ന രീതിയിൽ മുദ്രാവാക്യം വിളിക്കുന്നു. ഈ പറയുന്ന ഹമാസ് എന്താണ് നമ്മള് ഹമാസ് ഇസ്ലാം വിൽ ഒബ്ലിറ്ററേറ്റ് ഇസ്രായേൽ എന്നാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ലൈക്ക് ഇറ്റ് ഒബ്ലിറ്ററേറ്റഡ് ദ അതേഴ്സ് ബിഫോർ എന്ന് എഴുതി വെക്കുകയാണ്. അതിന്റെ ഹമാസിന്റെ ചാർട്ടറിൽ ഇപ്പോഴും എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ അവസാനത്തെ ജൂതനെയും കൊന്നു തള്ളുന്നവരെ ലോകാവസാനം ഉണ്ടാവില്ല എന്ന് എഴുതി വെക്കുകയും എന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുകയും ചെയ്താൽ അത് നടക്കില്ല. അല്ലെങ്കിൽ റിവർ സീ പാലസ്തീൻ വിൽ ബി ഫ്രീ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ നടക്കില്ല. അപ്പൊ ആദ്യം അതിലൊരു തീരുമാനം എത്തണം. ചില മുദ്രാവാക്യങ്ങൾ, ചില തിരുത്തലുകൾ അവരുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടതുണ്ട്. അതിന് നിർബന്ധിക്കേണ്ട ബാധ്യത അറബ് ലോകത്തിനുണ്ട്. അവരതിൽ ഞെട്ടലൊക്കെ രേഖപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ മുന്നേ ഞെട്ടിയിട്ടുള്ളതാണ്. അതിലൊന്നും പുതുമയൊന്നുമില്ല. സൗദി അറേബ്യക്ക് ഇടയ്ക്കിടയ്ക്ക് ഞെട്ടാറുള്ളതാണ്. അപ്പൊ അതിലൊന്നും നമ്മള് ഒന്നും കാണുന്നില്ല. അവരൊരു സേഫ് സോണിലായിരുന്നു ആരിഫ് ഇത്രയും നാള്, ഒന്നും മിണ്ടാതെ. ഇനി അത് ലോകത്തിന് ഇതിനകത്ത് ആക്ട് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. അപ്പൊ ട്രംപ് അത് ഒരു ട്രംപ് കാർഡ് തന്നെയാണത് എന്നേ ഞാൻ പറയുള്ളൂ. ട്രംപിന്റെ ട്രംപ് കാർഡാണ്. അതിൽ ഉത്തരം പറയേണ്ട ബാധ്യത ട്രംപിനെ വിമർശിച്ചിട്ടാവാം നിങ്ങൾക്ക് ചിലപ്പോൾ ഉത്തരം പറയേണ്ടതായിട്ട് വരിക. പക്ഷെ ഉത്തരം പറഞ്ഞേ പറ്റും എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. ഒരു നിലപാട് എടുത്തേ പറ്റുള്ളൂ അറബ് ലോകത്തിന്. അത് പലസ്തീനിയൻസിന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് മാത്രം പറ്റില്ല. ഏറ്റവും മിനിമം അവർ റെഫ്യൂജികളായിരുന്നോ അതോ സ്വന്തം നാട്ടിൽ ജീവിക്കുന്ന ആളുകളായിരുന്നോ എന്നൊരു ചെറിയ കാര്യത്തിലെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും. ആരിഫ് എന്തായാലും ഇസ്രായേലാണ്, ഉടനെ തിരിച്ചെത്തുമായിരിക്കും അല്ലെ യാത്രകളിലൊക്കെ? ഇവിടെയുള്ള മലയാളികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. നമ്മളുടെ ഒക്ടോബർ 7 നടന്ന സമയത്ത് അതില് നിറോസ് എന്ന് പറയുന്ന കിബുട്സിൽ ഉണ്ടായിരുന്ന പ്രായമേറിയ 2-3 ആളുകളെ, അതുപോലെ ഒരു ഫാമിലിയെ തന്നെ രക്ഷിച്ചതിൽ വലിയ പങ്കുവഹിച്ച 2 മലയാളികളായിട്ടുള്ള ഹോം കെയർ വർക്കർ നമ്മളുടെ അവരെ നമ്മൾ മീറ്റ് ചെയ്തിരുന്നു. അതിലൊരാളെ, മറ്റൊരാളെ മീറ്റ് ചെയ്യാനുണ്ട്. പിന്നെ അതുകൂടാതെ മലയാളികളായിട്ടുള്ള ഒരു കുറെ ആളുകൾ ഇവിടെ ഉള്ളതുകൊണ്ട് അതിൽ കുറച്ച് പേരെ കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ആക്ടിവിറ്റിയും കൂടി ബാക്കിയുണ്ട്. അപ്പൊ അതിൽ അവര് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, പേര് ഞാൻ പറയുന്നില്ല, നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഒരു മലയാള മീഡിയ ഏഷ്യാനെറ്റ് അവരുമായിട്ട് ഇന്റർവ്യൂ നടത്തിയിട്ട് പറഞ്ഞതിൽ അവർക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് പുറത്തേക്ക് ഇടുകയും ഇവർക്ക് കൂടുതൽ പ്രശ്നമാകുന്ന രീതിയിൽ അത് വരുത്തി തീർക്കുകയും അതിൽ ഇപ്പോഴും അവര് അതിന്റെ ആ ഒരു ട്രോമയിൽ നിന്ന് ഇപ്പോഴും കരകയറിയിട്ടില്ല. ഇവരുടെ ട്രോമയുടെ ആവശ്യം അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടായത് ഈ തീവ്രവാദം നേരിട്ട് കണ്ടു എന്നുള്ളതിൽ മാത്രമല്ല. ഈ വിഷയം പറയുമ്പോൾ ഇതൊക്കെ നിങ്ങളെ തോന്നലാണ്, ഇത് നിങ്ങൾ സംഘികൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് എന്ന രീതിയിൽ പറഞ്ഞ് ഇവർ നേരിട്ട ആ ഒരു ഓഡിയലിനെ കുറച്ച് കാണുന്ന അവസ്ഥ, സ്വന്തം വീട്ടുകാർ പോലും കുറച്ച് കാണുന്ന അവസ്ഥ ഉണ്ടാകുന്നു, നാട്ടുകാർ മനസ്സിലാക്കുന്നില്ല എന്ന് വരുന്നിടത്താണ് ഇവരുടെ ട്രോമയുടെ ആ ഒരു ആഴം വർദ്ധിച്ചത് എന്നുള്ളത് നമ്മളോട് ഷെയർ ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ പറയാ, നിങ്ങൾ വിശുദ്ധ നാട് കാണാൻ പോകുന്ന പോലെ ഇടയ്ക്കൊരു ടൂർ ഇതുപോലെ ഈ തീവ്രവാദം അത് ഇതുപോലെ തകർത്ത ഒരു നാടിനെ, തീവ്രവാദത്തിന്റെ ഇരകളായിട്ട് സ്വന്തം ജനതയെ രക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രത്തെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇസ്രായേലിലേക്ക് വരിക. എങ്ങനെയാണ് ഇവിടെ സിവിലിയൻസ് രക്ഷപ്പെടുന്നത്, അവരെ രക്ഷിക്കുന്നത് എന്നുള്ളത് കാണാം. അതേ എനിക്ക് ഇതിനകത്ത് എങ്ങനെ എത്ര കണ്ട് അവര് ഓരോ ആളുകളും ജീവന് വില വിൽക്കുന്നുണ്ടെന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അത് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് എന്നാണ് ലാസ്റ്റ് പറയുന്നത്. തീർച്ചയായിട്ടും ഇസ്രായേൽ ലോകത്തിന്റെ പല രീതിയിലാണ് മാതൃകയെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് കണ്ടുപിടുത്തങ്ങൾ, ടെക്നോളജിയും സയൻസും ഒക്കെ അവര് അരച്ചു കലക്കി കുടിക്കുകയും ലോകത്തെ നിയന്ത്രിക്കുന്ന പല കണ്ടുപിടുത്തങ്ങളും അവരുടേതാണ്. അപ്പൊ ആരിഫിനോടുള്ള സംസാരിക്കത്തിൽ അതിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിയപ്പോൾ ജനാധിപത്യത്തിന്റെ റോളും അവരെങ്ങനെയാണ് മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ്. അപ്പൊ മാനവികതയും ഇസ്രായേലിന് അന്യമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആരിഫ്, ഒരുപാട് സന്തോഷം. എനിക്കറിയാം അവിടെ നിന്നാണ്, പുലർച്ചെയായിട്ടേ ഉള്ളൂ. എന്തായാലും ഒരുപാട് സന്തോഷം. തിരിച്ചു വരുമ്പോൾ തീർച്ചയായും നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ വിശദമായിട്ടിരിക്കാം. ഓക്കെ, തീർച്ചയായിട്ടും.